ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല. പ്രത്യേകിച്ച് കാരണം സ്കൂളൊക്കെ ആയിട്ടും ഇതാക്കാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടിച്ചിരിക്കുക കേട്ടോ. എന്നിട്ടാണെന്നറിയോ, ഒമാനിലോട്ടാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ചിലപ്പോൾ നെട്ടും ചിലപ്പോൾ നെട്ടില്ല. അപ്പോൾ ഞങ്ങൾ 10 ദിവസത്തിൻ്റെ ശേഷം തിരിച്ച് വരും. ഗൈസ്, ഞാൻ ഫ്ലൈറ്റ് കയറുന്ന വീഡിയോ ഞാൻ എന്തായാലും വിടും. ഗൈസ്, അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാം ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ചെറുപ്പത്തിൽ പോയതാണ്, പിന്നെ ഞാനിങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് നെജ്ബയും ബാംഗ്ലൂർക്കാണ് പോകുന്നത്. അത് ഇന്നാണ് 12 മണിക്കാണ് ട്രെയിന്. എന്തായാലും അവൾ അല്ല അവൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അന്നേ ദിവസം ഞാനും പോവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ ചെക്കിങ് ഉണ്ടല്ലോ. ചെക്കിങ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ലൈനൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ നീളം കൊണ്ട് കാണുന്നുണ്ടാവില്ല. ഒരു ലൈനാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തെ തോന്നെ പേര് ആൾക്കാരിങ്ങനെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടേക്ക് എത്തി തന്നെ ഗൈസ്. നല്ല ചെക്കിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ ആ ലൈന് ഗൈസ്. ഞാൻ ആ ലൈന് അവിടെ തന്നെ ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ട് ഗൈസ്. പുറത്തുണ്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്ലൈറ്റാണ്. ചെറുതായിട്ട് ആൾക്കാർ കൂടിയോണ്ട് അവിടെ എത്താൻ കുറച്ച് പണിയാണ്. തണുക്കുന്നുണ്ട് നല്ല. ഞാൻ തണുപ്പിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത് നല്ല. അങ്ങോട്ട് പോകുന്നതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നേരത്തെ ക്ലിയർ കിട്ടണത്. ഒരു മിനിറ്റ്. എപ്പോഴും കയറി നടത്തിരിക്കുക.
തണുക്കുന്നുണ്ട്. ഇതമ്മ ടെന്ന് ആശടം അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ എന്താണ് ഫ്ലൈറ്റ് ഓൺ ആക്കിയിട്ടാലും എന്തായിരുന്നു ഫോണ് സ്വിച്ച് ഓഫ് ആക്കേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വ്യൂവേഴ്സ് കാണിച്ചതാണ്. ഇവിടെ പുറത്ത് നല്ല തണുപ്പാണ്. ഇവിടെ ഗ്ലാസ് ആണ്, അത് ഞാൻ കാണില്ല. നല്ല തണുക്കുന്നുണ്ട് ഗൈസ്. കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ്. പുറത്ത് ഞാൻ നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഉണ്ട് ഷെമി അവിടെയാണ് ഇരിക്കുന്നത്. ഞാനും നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തണുപ്പിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് എനിക്ക് അധികം തണുക്കാത്ത. പക്ഷേ മുഖവും കാലും നല്ല തണുക്കുന്നുണ്ട് ഗൈസ്. ശരിയാണെങ്കിൽ കപ്പൊക്കെ സീറ്റ് ബെൽറ്റ് എനിക്ക് ഇടാൻ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇവൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എൻ്റെ സീറ്റ് ബെൽറ്റ് കേടാണ്. ഗൈസ് നല്ല തണുപ്പുണ്ട് ഗൈസ്. ഷെമിയുടെ വിൻഡോ സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമം കേട്ടോ. ഷെത ഫസ്റ്റ് തന്നെ മണ്ട വന്നിരുന്നതാണ്, അതുകൊണ്ട് അവൾക്ക് വിൻഡോ സീറ്റ് കിട്ടി. പക്ഷേ അവനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുക കേട്ടോ. അവിടെ അവനക്ക് വേണ്ടി സെപ്പറേറ്റ് ആണ്, ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഒരേതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കില്ല ഗൈസ്. ഇതിങ്ങനെ കിടക്കാൻ പറ്റുന്നതാണല്ലേ. അവിടെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നോക്കിയിട്ടേ ഗൈസ് ഞാൻ നിങ്ങളൊക്കെ വീഡിയോ ഉള്ളൂ. തുറക്കാൻ പറ്റുന്നത് അവള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡുകളാണെന്ന് തോന്നുന്നത്. ഇത് നൂഡിൽസുകളാണ് തോന്നുന്നത്. വെജ് ചിക്കൻ ചിക്കൻ തുപ്പ എന്ന് പറഞ്ഞ വെജ് മസാല കപ്പ് നൂഡിൽസ്, പിന്നെ സ്പൈസി ചിക്കൻ കപ്പ് നൂഡിൽസ്. അവള് കുറേ നോക്കിയിട്ട് എന്നെ നോക്കി ശരിക്കും ഗൈസ്. ഗൈസ് ഇതുണ്ട്, പിന്നെ ഇതെന്താ സാധനം എനിക്ക് അറിയില്ല. പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇതുണ്ട്, പിന്നെ കാഷ്യൂ നട്ട് ഉണ്ട്. ഇതും വേറെ ഇതേപോലത്തെ സാധനമാണ്. ഇവിടെ ചിത്രങ്ങൾ ഇതൊക്കെ ബിസ്ക്കറ്റ് അങ്ങനത്തെ പറയാതാണ്. ഇതാണ് ശരി ഞാൻ പറഞ്ഞത് കേട്ടോ. കൊണ്ടുവരുമ്പോൾ താത്തണതാണ്. ഗൈസ് ഇതാണ് ഇത് ജ്യൂസിൻ്റെ ആണ്. എന്താണ് 200 രൂപയ്ക്കാണ് ഇതെല്ലാം കിട്ടുന്നത് കേട്ടോ. ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. രസമുണ്ട് കേട്ടോ. അതാണ്. പിന്നെ ഇതെന്താ, ഇത് ജ്യൂസ് ഐറ്റംസ് ആണ്. വേറെ ഇങ്ങനെ വെറൈറ്റി ജ്യൂസുകളാണ്. ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനിയുണ്ട് തോന്നുന്നു ഗൈസ്. ഇതിങ്ങനെ ഇതൊക്കെയാണ് ഗൈസ്, എനിക്കറിയില്ല. ഗൈസ് ഇതെന്താണ്, ഇതെന്തോ വെജിറ്റബിൾ റോള്
സാൻഡ്വിച്ച്, ഫ്രൂട്ട് പ്ലാറ്റർ, പിന്നെ ഇത് ബിരിയാണി, ഇത് സാദാ ചോറ് എന്തൊക്കെയാണ് വെച്ചത്, പിന്നെ ഇതെന്തോ മന്തി എന്തോ ആണ്. ഇത് നമ്മുടെ ചൈനീസിലൊക്കെ കഴിക്കുന്നത് പോലത്തെ സാധനം. പിന്നെ ഇത് വട 2 മുട്ടക്കറി, പിന്നെ ചോറ്, അങ്ങനത്തൊക്കെയാണ് ഇതിലുള്ളത്. കഴിഞ്ഞ കഴിച്ചു ഉള്ളിൽ വെക്കാൻ ഇച്ചിരി പാടുണ്ട്. ഇച്ചിരി ഉണ്ട്, നല്ല പാടുണ്ട്. ഇതെന്തൊക്കെയാ നോക്കാം, എല്ലാം നോക്കണം നമ്മൾ. എന്താ സാധനം? ഗെറ്റ് വെൽ സൂൺ. ഇതെന്തെങ്കിലും കൊണ്ടുപോകുള്ളത് എന്തമ്മ? എന്തൊക്കെ കൊണ്ടുപോകാനുള്ള തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഇതിൽ വേറെന്തോ സാധനമുണ്ട്. അതവിടെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ലോങ് വീഡിയോ ആയത് തന്നെ വലിയ കാര്യം കഴിച്ചു. ഇവിടെയൊക്കെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല കുറേ അവൾ ഇതേപോലെ എന്തൊക്കെയാണ് നോക്കാണ്. ഇവിടെ അമ്മ ശരിക്കുണ്ട്, ശരി അവിടെ ഉണ്ട്. ഇരുട്ടായിട്ട് കാണുന്നില്ല. എന്തായാലും രാവിലെ എന്തായാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. ഇതൊക്കെയാണ് ഗൈസ്. കുറേ പേര് ഇതൊക്കെ ലഗേജ് കണ്ടിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴാണ് ലഗേജൊക്കെ കണ്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ തോന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒമാനും ദുബായി ഒന്നും കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. മമ്മി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ഇത്രയും നല്ല പോസിൽ നിൽക്കുന്നത്. ഇവിടെ കൂടെ ഇങ്ങനെ ഓരോന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുത്തതാട്ടോ, അതുകൊണ്ടാണ്. ഞാൻ ചെറുപ്പത്തിൽ പോയതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല ഗൈസ്. ഫോട്ടോ എടുക്കണം ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. വീണ്ടും മമ്മി ഫോട്ടോ എടുത്തതാണ്. ആദ്യം ചതിനൊറ്റൊക്കെ ആയിരുന്നു, ഇപ്പം എന്നെയും കൂടെ ആയിട്ടുണ്ട്. എന്തായാലും എടുക്കാനായിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കേണ്ടി വരും. ഇതെന്താ സംഭവം? ഇങ്ങോട്ട് ചെക്കാം. എന്തായാലും ഫുഡൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഗൈസ്. ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടേണ്ട ഗൈസ്. ഒരു മിനിറ്റ്. നോക്കൊന്നേ ആ ചേച്ചിപ്പതേ അത് വളരെ താത്തണ്ടപ്പ കാണണില്ല. ശരിക്കും തീ നോക്കിയാൽ മതി. ഇത് എടുക്കാൻ പറ്റുമോ? വെറുതെ വേണ്ടത്തെ പണിയൊക്കെ വേണ്ട. ഇതിനുള്ള പൈസ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. മമ്മിക്ക് വേറെ ഫോട്ടോ, എനിക്ക് ഈ ഫോട്ടോ, എനിക്ക് ഏത് ഫോട്ടോ കേട്ടോ. എല്ലാവർക്കും വെറൈറ്റി ഫോട്ടോസുകളാണ് ഗസ്റ്റ് കൂട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ വേറൊരാളിരുന്നുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്.
ഇപ്പം തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. കപ്പ് നൂഡിൽസിന് എത്രയാണ്? കപ്പ് നൂഡിൽസ് 300 രൂപയാണല്ലേ? 300 രൂപ കപ്പ് നൂഡിൽസ് ഗൈസ്. ഞാനിങ്ങനെ നോക്കുക അടിക്കുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് ഞാൻ ഈ ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ് എ സിൻ്റെ കാറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പുക പോലെ പോകുന്നത് ഈ ഫോണിൽ കാണാൻ പറ്റും. യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് പറയും. Turn up the volume of your flight. Turn up the volume of your flight with our wireless headphones. സുഹൃത്തുണ്ട്, ഞാനതാണ് കേട്ടോ വായിച്ചത്. ഫോട്ടോ നോക്കിക്കോട്ടോ. ഞാൻ പിന്നെ നല്ല പോസ്റ്റ് നന്നായിട്ടുണ്ടാണ്. ഞാൻ എൻ്റെ ഫോട്ടോ മാറ്റി കാണാൻ ഒന്നും അധികം ഇവിടെ തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നത്. ഒരു വെള്ളത്തുള്ളി പോലെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ആരോ അമ്മായി വിളിക്കുന്നുണ്ട് മുത്തമ്മ. പക്ഷെ അതാ കാണാത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. അവൾ കുറേ നേരമായി ഫ്ലൈറ്റ് എപ്പോഴാണ് എടുക്കുന്നത്. എപ്പോഴെങ്കിലും എടുക്കും. എല്ലാവരും, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയല്ലേ എന്നും ഞാൻ പറയാറ്. അതുകൊണ്ട് ഇപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളി. ഡാറ്റ പറയാൻ സമയമായിട്ടില്ല. അവർക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാറുള്ളപ്പോൾ സന്തോഷം കൊണ്ട് ചിലവർ മാറി നിൽക്കുന്നുണ്ട് ഗൈസ്. ബാക്കിലൊക്കെ ആരൊക്കെ ഉണ്ട് ഗൈസ്. അടുത്ത ചിത്രം കണ്ട ഗൈസ്. എന്താണ് സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കരുത്, ഇടണം എന്നുള്ളൊരു പിക്ചർ കണ്ട. ആ ലൈറ്റിൻ്റെ അവിടെ ഉണ്ട്. എൻ്റെ പോകുന്നത് കണ്ട ഗൈസ്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, വിഷമം വരുന്നത്. അപ്പുറത്ത് ഒരു പെണ്ണും ഒരാണുമാണ്. പിന്നെ അവരോട് വിൻഡോ സീറ്റ് വേണം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇനി തിരിച്ചു പോകുന്ന യാത്രയൊക്കെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഗൈസ്. തുറക്ക്. സാധനങ്ങൾ കേടർത്തിട്ട് പോകൂലേ? മുടിയൊക്കെ ഞങ്ങളെ പൂവിന്ന് പറഞ്ഞ പാൻ്റെ അനിയത്തി കിട്ടിയ തന്നാട്ടോ. പാൻ്റെ അനിയത്തി. ഇവക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നമുക്കല്ലേ അറിയും. ക്ലോസ് ചെയ്തോ? എനിക്കിപ്പോ അതിനാണ് നീ വിൻഡോ സീറ്റ് പോയിരുന്നേ. അതൊക്കെ ഓടെടുത്താലാണ് എൻ്റെ ഉദ്ദേശം. തുറന്ന് പൂട്ടി കളിക്കാണ്. പോകുമ്പോഴത്തേനൊക്കെ കേടെടുത്തുന്നാണ് തോന്നുന്നത്. ഫോൺ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ പറ്റാം. അപ്പം നമ്മൾക്ക് ഫുഡ് വന്നിട്ടൊന്നുമില്ല ഗൈസ്. ഓർഡർ ചെയ്തല്ലേ വരൂ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ മുമ്പ് ക്യാമറ എടുത്തിട്ട് കാണിച്ചിടാം. റെഡി. പിന്നെ ഫോൺ ഒരു ഭാഗത്ത് ചാരി വെക്കാം.
ഞങ്ങളുടെ വണ്ടി പോയി യെല്ലോ ജാക്കറ്റ് എന്താ നോക്കാം ഗൈസ്, എനിക്കറിയില്ല. നിങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റിലിട്ടോ. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഒന്നും ഇട്ടോ ഗൈസ്. ഞാൻ ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഞാൻ പറയട്ടെ ഗൈസ്, ഏതോ ഷെസ ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ്. അവളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ചിലപ്പോൾ അതിന് ഡൗട്ട് ഉണ്ടായിരിക്കാം. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടേ കൊണ്ട് അവളുടെ വീട്ടിൽ പോയിട്ട് കുറേ പേരുടെ പേരുകൾ ഫാത്തിമ ഷസ ഫാത്തിമ, ചിലവർക്ക് കുറേ ഫാത്തിമ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഷസ ഫാത്തിമ എന്നൊക്കെയാണ് കേട്ടത്. അവരുടെ അഡ്രസ്സ് ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോൺ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഗൈസ്. അടുത്ത ഗീവ് അവേ 100-ൻ്റെ ആണ് ഗൈസ്. ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ഇപ്പം പറയാൻ പറ്റില്ല ഗൈസ്, ഞാൻ പെരിയിലെത്തിയിട്ട് പറയണ്ട ഗൈസ്. അവിടെ ഇപ്പം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഗൈസ്. नमस्कार देवी और सज्जनों, मैं आपका सीनियर कैबिन क्रू मिथुन, नवम कैबिन क्रू कृपारानी, जोस्विन और श्रुति एयर इंडिया एक्सप्रेस की ओर से मस्कट जा रही है। एयर इंडिया एक्सप्रेस के एयरबस उड़ान IX337 पर आपका स्वागत है। कप्तान अभिषेक महाजन, कमांड में कप्तान आनंद वाली। हम 2008 किलोमीटर मस्कट तक की दूरी 3 घंटे और 30 मिनटों में तय करेंगे। आपसे निवेदन है कि सीट पॉकेट में रखे गए आपसे निवेदन है कि अपने सभी इलेक्ट्रॉनिक उपकरणों बंद कर दे, सही मोबाइल फोन बंद या फ्लाइट मोड में कर सिगरेट या धूम्रपान करने की अनुमति नहीं है। आपसे आवेदन है कि आप बस पर ना बैठे या भारी सामान ना रखें, क्योंकि इसका सीट का नुकसान हो सकता है। अपने गंतव्य स्थान पर पहुंचकर अपनी बोर्डिंग कर अपने पास ही रखें। इस सेक्टर पर वाइन बोर्ड की बिक्री होगी। यदि आपकी किसी प्रकार की सहायता की आवश्यकता हो तो आपसे संपर्क करें। आज के स्वदेशी अंग्रेजी, हिंदी, मलयालम, तमिल और मणिपुरी में बात कर सकते हैं। हम आपका सुखद यात्रा की कामना करते हैं। Very good evening, ladies and gentlemen. I'm your senior cabin crew Mithun with other cabin crew Kriparani, Josephine and Shruti. Welcoming you on board Air India Express Airbus flight IX337 to Moscow. Captain Abhishek Mahajan. പിന്നെ നമ്മൾ പറഞ്ഞു എയ്റോപ്ലെയിനും ഇട്ടാൽ എല്ലാവർക്കും എടുത്ത് പറയുന്നത് ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ വീണ്ടും അതൊക്കെ ശരി അങ്ങനെ വീടത് ഞാൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കണം ഗൈസ്. ശരിയാവില്ല, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പിടിക്കുന്നത്. ചെറിയ ഇളക്ക പ്രശ്നം ഉണ്ടാവും ഗൈസ്. തുറക്കും, അല്ലാതെ പന്നപ്പോര ഓടിച്ചു പോകാൻ. ഇപ്പൊ കണ്ട അല്ല, നിങ്ങളിപ്പോൾ എന്താ കാണുന്നേ?
ചെറുതായിട്ടൊന്ന് ചെവി അടഞ്ഞു പോയപ്പോൾ ഒന്ന് ചെവി പൊത്തിച്ച് കണ്ണു കൂടി കുറച്ച് നേരം നിന്നതാണ് ഗൈസ്. പക്ഷെ അത് പൊന്തണ കണ്ടിട്ട് സ്റ്റക്കായി നിൽക്കണം. പൊന്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഓടുന്നത് നമുക്ക് അറിയുന്നില്ല ഗൈസ്. എല്ലാ ലൈറ്റും രസമാണ് ഗൈസ് കാണാൻ. ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ ചിലർ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്, രാത്രി ആയതുകൊണ്ട്. എന്നാൽ ഞാനും കൂടി ഓഫാക്കുകയാണ് ഗൈസ്. രാവിലെ എണീക്കുമ്പോൾ കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്. ഉറങ്ങിയപ്പോഴത്തേനും ഫുഡ് എന്താണ് എന്തോ സാധനമാണ് ഗൈസ് ഞാൻ കാണിച്ചത്. കാണാൻ 2 ഉണ്ട് കേട്ടോ. ഇതിൽ കാണാൻ പറ്റുന്നറിയില്ല. 2 ഉണ്ടോ 2 ഓർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു മറ്റേ കഴിച്ചോട്ടെ ഗൈസ്. പക്ഷെ കുറെ നേരമായി പറഞ്ഞിട്ട് ഫുഡ് തരും മാം, ഫുഡ് തരും പെട്ടെന്ന് തന്നാൽ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. അതിനോട് മേത്തൊക്കെ ആക്കണ്ടാറോടെ വേസ്റ്റ് നോക്കരുത്. ചോറൊക്കെ കൊണ്ടുതരാണെങ്കിൽ നല്ല മതിയായി ഗൈസ്. അത് തിന്നണ്ടേ പഞ്ചസാര. ടിഷ്യൂ പേപ്പർ ഗൈസ്. ഇത് ഒത്തേണ്ട ആവശ്യമില്ല ഗൈസ്. ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും. കത്തിയും ഫോർക്കൊക്കെ വെച്ചിട്ട് കുറച്ച് തിന്നാൻ ഗൈസ്. ഗൈസ് ഞാനൊന്നാ ഉറങ്ങട്ടെ ഗൈസ്. ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കിടന്ന ആളാണ് ഇപ്പം നീച്ച് തിന്നണത് ഗൈസ്. ഇപ്പം നേരത്തെ ഉറങ്ങുക ഗൈസ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. താഴത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് ചെവിയൊക്കെ അടങ്ങിയിരുന്നു.
Cabin crew, doors to reserve. നിർത്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം. Guys, only the seatbelt very close. കണ്ട അവിടെ ഇതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഇതിൻ്റെ ഇവിടെയുണ്ട്. പിന്നെ ഒരു പ്ലെയിന് റിപ്പയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണാറില്ല. Oman guys. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഇവിടെ Customer, please collect the check-in bags from. ഗൈസ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അവിടെ വേറെ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ അവിടെ വേറെ ഫ്ലൈറ്റ് ഉണ്ട്. ഗൈസ് ഇവിടുത്തെ സീറ്റുകൾ കണ്ടോ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും ഒമാനത്തെ പുതിയ പുതിയ അപ്ഡേഷൻ വീഡിയോസ് വീണ്ടും വരുന്നതാണ്. പെട്ടെന്ന് പോയി കാണുന്നുണ്ട്. ബൈ ബൈ.